ഞാൻ എൻ്റെ പൾസർ 220 എഫ് 2011 മോഡലിന് ഒരു ടയർ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു. ഈ കാണുന്നതാണ് ആ ടയർ. MRFൻ്റെ സാപ്പർ FS 90/90/17 ഇഞ്ചസ് ആണ് ഈ ടയർ. അപ്പോൾ ഈ ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് 31/25. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ 31/25 എന്ന് ഉദ്ദേശിക്കുന്നത് 31st വീക്ക് ഓഫ് ദ ഇയറും 25 എന്ന് പറയുന്നത് 25 ഇയർ, അതായത് 2025 എന്നതുമാണ്. അപ്പോൾ ഈ ടയർ എന്തുകൊണ്ട് ഞാൻ ഓൺലൈൻ വാങ്ങിയെന്ന് വെച്ചാൽ, ഈ ടയർ ഞാൻ ഈ ലോക്കൽ ഷോപ്സിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ 2400 രൂപയാണ് ഏറ്റവും ഹയസ്റ്റ് പറഞ്ഞത്, 2200 ഏറ്റവും കുറഞ്ഞതും പറഞ്ഞു. എന്നാൽ പിന്നെ ടയർ അങ്ങ് ഓൺലൈൻ ഓർഡർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൺലൈൻ തപ്പി നോക്കിയപ്പോൾ 1585 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഈ ടയർ കിട്ടി. അങ്ങനെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന ബേസിസിൽ ഞാനിതൊന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞാൻ ആ സെയിം കടയിൽ തന്നെ, അതായത് വില ചോദിച്ച സെയിം കടയിൽ തന്നെ കൊണ്ടുപോയി ടയർ മാറ്റി. അപ്പോൾ പുള്ളിക്കാരൻ ആ ടയർ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മുടെ വീൽ നട്ട് ഊരുകയാണ്. അതിനുശേഷം അവർ മെഷീനിൽ ടയർ ഫിറ്റ് ചെയ്യും. അപ്പോൾ ടയറിൻ്റെ ഫിറ്റിംഗ് ചാർജ് 100 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 1685 രൂപയ്ക്ക് ഈ ടയർ നമുക്ക് മാറ്റാൻ പറ്റി. അപ്പോൾ 2200 രൂപ അല്ലെങ്കിൽ 2400 രൂപ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ കോസ്റ്റാണ്. പിന്നെ അതുമല്ല, ജസ്റ്റ് 7th മന്തിൽ മാനുഫാക്ചർ ചെയ്ത ഒരു ടയറും കൂടി കിട്ടി. അതിനൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കൂ. അങ്ങനെ നമ്മുടെ ടയറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ച ടയറാണ്. ആമസോണിൽ നിന്നാണ് ഈ ടയർ വാങ്ങിയത്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഓൺലൈൻ മേടിക്കുന്ന ടയറും ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ടയറും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൺലൈൻ വാങ്ങുന്ന ടയറിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നോക്കുക എന്നാണ്. ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ചിലപ്പോൾ വളരെ ഇയർ ബാക്ക് ആയിട്ടുള്ള ടയേഴ്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാം. അങ്ങനെയുള്ള നിങ്ങൾ റിട്ടേൺ അടിക്കണം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് റീഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടയർ ഇൻസ്റ്റാൾ ചെയ്ത ഫൈനൽ ലുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.